ഇത് വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കെ ലതിക ഇത് പ്രചരിപ്പിച്ചത്. അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ചെയ്ത, ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത, മതേതരത്വത്തിന് ഏറ്റവും ഭീഷണിയാകുന്നൊരു പോസ്റ്റാണ് ലതികയെപ്പോലുള്ളൊരു മുൻ MLA പ്രചരിപ്പിച്ചത്. ഇത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് അറിയാമായിരുന്നു വ്യാജമാണെന്ന് അറിഞ്ഞത്. കെ ലതിക സ്ക്രീൻഷോട്ടിൽ നിന്ന് പിൻവലിക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. പൊതുസമൂഹത്തിനോട് കെ ലതിക മാപ്പ് പറയണം, അല്ലെങ്കിൽ CPM അവരെ തള്ളിപ്പറയണം. യഥാർത്ഥ പ്രതികളെ ഇന്നും പിടിച്ചില്ലല്ലോ. ആ പ്രതിയെ പിടിക്കാനുള്ള ആവശ്യങ്ങൾ ആവർത്തിക്കുന്നു. ലതികയെ, ഈ ഒറ്റ കാര്യം മതിയല്ലോ, ലതികയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒട്ടും വൈകരുത്. ഇതിനകത്ത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, പ്രചരിപ്പിച്ചവർ തന്നെയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഉറവിടം വ്യക്തമാക്കാൻ ഇനൊന്നും ആവശ്യമില്ല. കെ ലതിക അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ചെങ്കൂറ്റുണ്ടോ? ഇപ്പം കെ ലതിക പറഞ്ഞത്, കാരണം കെ ലതിക മുൻ MLA ആണ്, CPMൻ്റെ ഉത്തരവാദിത്ത നേതാവാണ്. അല്ലെങ്കിൽ അവരിപ്പോൾ പരസ്യമായി മാപ്പ് പറയട്ടെ, ഞാനത് വ്യാജമാണെന്ന് അറിയാതെയോ പ്രചരിപ്പിച്ചാണെന്ന് പറഞ്ഞില്ലല്ലോ. എത്ര വലിയ കുറ്റമാണ് ചെയ്തത്? മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിനെ മതത്തിൻ്റെ പേരിൽ തമ്മിലെടുപ്പിക്കാൻ ശ്രമിച്ച ഒരു വലിയ ശ്രമത്തിൽ ഒരു മുൻ MLA കൂട്ടുനിന്നിരിക്കുന്നത്. അവർ ചെയ്തത് തെറ്റാന്ന് അവർക്ക് ബോധ്യപ്പെട്ടല്ലോ. ആ തെറ്റ് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഇപ്പം പിൻവലിച്ചത്. അത് അവരല്ലേ തീരുമാനത്. എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അവർ പറയണം, അല്ലെങ്കിൽ പോലീസ് പറയിപ്പിക്കണം. ഇപ്പോഴും പോലീസ് ഒന്നും ചെയ്യുന്നില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രതികളെ നിയമത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ കൊണ്ടുവരുന്നവരെ നിയമപരവും രാഷ്ട്രീയപരവും പോരാട്ടവും ഞങ്ങൾ മുന്നോട്ട് പോകും. CPMോട് ചോദിക്കാനുള്ളത്, ലതികയുടെ നടപടിയെക്കുറിച്ച് CPMൻ്റെ അഭിപ്രായം എന്താ? അവരനുകൂലിക്കുന്നുണ്ടോ? ലതികയെ തള്ളിപ്പരാൻ അവർ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ ലതിക ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, ഞാൻ ഇങ്ങനെ അറിയാതെ പ്രചരിച്ചു പോയിരുന്നു. അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ യഥാർത്ഥ പ്രതിയെ പിടിച്ചു. നേരത്തെ പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മെറ്റയിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു കാലതാമസമാണെന്ന്. ഏറ്റവും തമാശകരമായ സംഭവം, ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ പ്രതിയാക്കിയെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതുവരെ എങ്ങനെ എവിടെയും കേട്ടിക്കോ? ഈ കുറ്റം ചെയ്തത് ഒരു UDFകാരനായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കെ ലതികയുടെ സ്ഥാനത്ത് ഒരു UDFകാരനായിരുന്നു ചെയ്തതെങ്കിൽ അറസ്റ്റ് കിടന്നപ്പോൾ ജയിലിൽ കിടന്നിട്ടുണ്ടാവും. ഫേസ്ബുക്കിന് നോഡൽ ഓഫീസറിനെ പ്രതിയാക്കില്ല, ഫേസ്ബുക്കിന് ആരും പ്രതിയാക്കില്ല. സാധാരണഗതിയിൽ CPM ആളുകളെ കൊല്ലാൻ ഇന്നോവ കാറിൽ ആളെ അയക്കാറുണ്ട്, ആക്രമിക്കാൻ അയക്കാറുണ്ട്. ആ വരുന്ന ആളുകളെ പിടിക്കില്ല, കാറിൻ്റെ പേര് കേസെടുക്കും. അതേ രീതിയാണ് ഇപ്പോൾ ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഇതിനകത്ത് അടിയന്തരമായി പോലീസ് കെ ലതികയെ അറസ്റ്റ് ചെയ്ത് അവരുടെ മൊഴിയെടുത്ത് ആളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന സമരം മറ്റു രീതിയാണ്.